ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 71-ാം സൂറത്തും 29-ാം ജുസ്ഇലെ 5-ാമത്തെ സൂറത്തുമായ സൂറത്ത് നൂഹാണ് കഴിഞ്ഞ 19 ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഈ സൂറത്തിൻ്റെ അവലോകന ക്ലാസ്സാണ്. ഈ സൂറത്ത് 28 ആയത്തുകളുള്ള മക്കിയ ആയ 2 റുക്കുകൾ ഉള്ള സൂറത്താണ്. എന്താണ് മക്കിയ എന്നും എന്താണ് റുക്കു എന്നുമൊക്കെ ഈ സൂറത്തിൻ്റെ 1-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. നൂഹ് എന്നാണ് സൂറത്തിൻ്റെ പേര്. ഈ സൂറത്തിന് പുറമെ മറ്റ് 5 സൂറത്തുകൾ കൂടി പ്രവാചകന്മാരുടെ പേരിലുള്ള സൂറത്തുകളായി പരിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്ത് മുഹമ്മദ്, സൂറത്ത് യൂനുസ്, സൂറത്ത് ഹൂദ്, സൂറത്ത് യൂസുഫ്, സൂറത്ത് ഇബ്രാഹിം എന്നിവയാണവ. പ്രവാചകന്മാർ അല്ലാത്ത വ്യക്തികളുടെ പേരിലുള്ള 2 സൂറത്തുകളുമുണ്ട്. സൂറത്ത് മറിയം, സൂറത്ത് ലുക്മാൻ എന്നിവയാണവ. സൂറത്ത് നൂഹിൽ മുഴുവനായി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതകാലത്ത് മക്ക മുശ്രിക്കുകളുടെ എതിർപ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ രൂക്ഷമായ നാളുകളിൽ അവതരിച്ച സൂറത്താണ് ഇത് എന്നാണ് ഉള്ളടക്കത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ശേഷം ഏകദേശം 1000 കൊല്ലങ്ങൾ കഴിഞ്ഞാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടം. അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര് ലാമക്ക് എന്നും ഉമ്മയുടെ പേര് ഷംഹ ബിൻത്ത് ആനൂഷ് എന്നും ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ആദ്യ റസൂൽ ആയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏകദേശം 950 വർഷം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഈ സൂറത്തിൻ്റെ ആദ്യ ആയത്ത് വിശദീകരിക്കുന്ന ക്ലാസ്സിൽ വ്യക്തമാക്കിയതാണ്. 43 പ്രാവശ്യം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഈ സൂറത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിവരിച്ചത് കേവലം ഒരു കഥ എന്ന മട്ടിലല്ല, മറിച്ച് മക്ക മുശ്രിക്കുകളോടുള്ള ഒരു താക്കീത് അതിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വീകരിച്ച നിലപാട് പോലെ തന്നെയായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത അദ്ദേഹത്തോട് സ്വീകരിച്ചത്. അതിനാൽ നിങ്ങൾ ഈ നിലപാട് മാറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന ശക്തമായ താക്കീത് ഈ സൂറത്തിൽ പരോക്ഷമായി അടങ്ങിയിട്ടുണ്ട്. 1-ാമത്തെ ആയത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം എന്തായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. വേദനയേറിയ ശിക്ഷ വരുന്നതിന് മുമ്പ് ആ ജനതയ്ക്ക് താക്കീത് ചെയ്യുക എന്നതായിരുന്നു ആ ദൗത്യം. 2 മുതൽ 4 വരെയുള്ള ആയത്തുകളിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനങ്ങളോട് പ്രബോധനം തുടങ്ങിയത് എങ്ങനെയായിരുന്നുവെന്നും അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച സന്ദേശം എന്തായിരുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കണമെന്നും അവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും തന്നെ അനുസരിക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അള്ളാഹു പുറത്തു തരികയും ശിക്ഷകളില്ലാതെ നിർണയിക്കപ്പെട്ട ഒരു കാലയളവ് മുഴുവൻ ജീവിച്ച് പൂർത്തിയാക്കാൻ അള്ളാഹു അവസരം നൽകുമെന്നും അവരറിയിച്ചു. പിന്നീട് വളരെ കാലം പ്രബോധനം നടത്തിയ ശേഷം അദ്ദേഹം അള്ളാഹുവിന് സമർപ്പിക്കുന്ന റിപ്പോർട്ടാണ് 5 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ. തൻ്റെ ജനതയെ നേർവഴിക്ക് നടത്താൻ താൻ എന്തൊക്കെ ചെയ്തു എന്നും അതിനെ ആ സമൂഹം എതിർത്തതും അവരുടെ ധിക്കാരവും ശത്രുതയും എത്ര കടുത്തതായിരുന്നുവെന്നും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നുണ്ട്. എൻ്റെ റബ്ബേ, രാത്രിയും പകലും എൻ്റെ ജനതയെ ക്ഷണിച്ചു, പക്ഷേ അവർ എന്നിൽ നിന്ന് ഓടി അകലുന്നത് കൂടി എന്നത് മാത്രമാണ് സംഭവിച്ചത്. അവരുടെ കാതുകളിൽ വിരലുകൾ വെച്ച് വസ്ത്രങ്ങൾ കൊണ്ട് മൂടിപ്പൊതിച്ച് കടുത്ത അഹംഭാവം നടിച്ച് അവർ എൻ്റെ സന്ദേശം കേൾക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. അവരെ ഞാൻ ഉറക്കെ വിളിച്ചിട്ടുണ്ട്, പരസ്യമായും രഹസ്യമായും വിളിച്ചിട്ടുണ്ട്. റബ്ബിനോട് പാപമോചനം തേടാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നന്നായി മഴ തരുമെന്നും സ്വത്തുക്കളും മക്കളും തോട്ടങ്ങളും അരുവികളുമൊക്കെ അവൻ നൽകുമെന്നും അവരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് നിങ്ങൾ ഒരു മഹത്വവും കൽപ്പിക്കാത്തതെന്ത്? അവൻ നിങ്ങളെ പല ഘട്ടങ്ങളായി സൃഷ്ടിച്ചുവല്ലോ. മാത്രമല്ല, അടുക്കുകളായ നിലയിൽ 7 ആകാശത്തെ അവൻ സൃഷ്ടിച്ചു. അവയിൽ ചന്ദ്രനെ ഒരു പ്രകാശവും സൂര്യനെ ഒരു വിളക്കുമാക്കിയിരിക്കുന്നു. നിങ്ങളവൻ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു, ഭൂമിയിലേക്ക് തന്നെ മടക്കുകയും പിന്നീട് ഒരു പ്രത്യേക പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ഭൂമിയിലെ വിശാലമായ വഴികൾ ഉപയോഗപ്പെടുത്താൻ ഭൂമിയെ അള്ളാഹു നിങ്ങൾക്കൊരു വിരിപ്പാക്കി തരികയും ചെയ്തു. ഇതൊക്കെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറയാണ്. 21 മുതൽ 24 വരെയുള്ള ആയത്തുകളിൽ
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവസാന അപേക്ഷയാണ്. ഈ ജനത എൻ്റെ ക്ഷണം സ്വീകരിക്കുന്നില്ല എന്നും കുതന്ത്രങ്ങൾ ചെയ്യുന്ന അവിടുത്തെ പ്രമാണിമാരുടെ വാക്കാണ് അവർ സ്വീകരിക്കുന്നത് എന്നും അതിനാൽ അവർക്ക് പരാജയം നൽകണമെന്നും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രമാണിമാർ ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവങ്ങളായ വദ്, സുവാ, യഹൂസ്, യഹൂഖ്, നെസ്ർ എന്നിവരെ നിങ്ങൾ കൈവിടരുത്. 25-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ആ സമൂഹത്തിൻ്റെ കുറ്റങ്ങൾ കാരണം കൊണ്ട് തന്നെ അവർക്ക് ശിക്ഷ ഇറങ്ങിയെന്ന്. അവർ മുക്കി നശിപ്പിക്കപ്പെടുകയും തീയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു. അവർ സഹായികളായി കണക്കാക്കിയിരുന്ന ആരും ആ സന്ദർഭത്തിൽ അവരെ സഹായിക്കാനുണ്ടായില്ല. ശിക്ഷ ഇറങ്ങിയ സന്ദർഭത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച കാര്യങ്ങളാണ് അവസാന ആയത്തുകളിൽ. തൻ്റെയും സത്യവിശ്വാസികളുടെയും പാപമോചനവും അവിശ്വാസികളിൽ ആരെയും ബാക്കി വെക്കരുത് എന്നും അങ്ങനെ പറയാനുള്ള കാരണവും അദ്ദേഹം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അവരെ നശിപ്പിക്കാതിരുന്നാൽ അവർ ആളുകളെ വഴിപിഴപ്പിച്ചുകൊണ്ടേയിരിക്കും. സത്യവിശ്വാസം സ്വീകരിച്ചവരെ പോലും അവർ വഴിതെറ്റിക്കും. മാത്രവുമല്ല, അവരിൽ നിന്ന് ജനിച്ചു വരുന്നവരെ അവർ സത്യനിഷേധികളായിട്ടേ വളർത്തുകയുള്ളൂ. ഈ സൂറത്ത് ഒന്നിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നാം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രബോധന പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും നാം ആഗ്രഹിക്കുന്ന സ്വീകാര്യത കിട്ടിക്കൊള്ളണമെന്നില്ല എന്നും എന്നിരുന്നാലും നാം അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല എന്നും നമുക്ക് വരുന്ന പ്രയാസങ്ങൾ റബ്ബിനോട് പറഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും ഈ സൂറത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ പാപമോചനത്തിനായി തേടുക എന്നത് പാപം ചെയ്തവർ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നും ഓരോ സത്യവിശ്വാസിയും ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരു മഹത്തായ പുണ്യകർമ്മമാണത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റു പല സൂറത്തുകളിലും ഉള്ള പോലെ തന്നെ കണ്ണുകൊണ്ട് കാണുന്ന പ്രാപഞ്ചിക വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കാൻ ഈ സൂറത്തിലും ആവശ്യപ്പെടുന്നുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നവയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചാൽ കണ്ണുകൊണ്ട് കാണാത്ത അള്ളാഹുവിനെ അംഗീകരിക്കാൻ സാധിക്കുമെന്നതാണ് ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയവയെക്കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹു ആവശ്യപ്പെടാൻ കാരണം. ഒരു പ്രവാചകൻ്റെ വാക്കിനെ പോലും മറികടന്ന് സ്വത്തിനും സന്താനങ്ങൾക്കും ആളുകൾ പ്രാധാന്യം കൊടുത്തേക്കും എന്നും ഈ സൂറത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വിശ്വാസം കൊണ്ട് തോന്നിവാസിയായ കാഫിറും പ്രവർത്തനം കൊണ്ട് തോന്നിവാസിയായ ഫാജിറുമായിട്ടുള്ളവർ ആയിരിക്കും ഇനി ആ സമൂഹത്തിൽ നിന്ന് വളർന്നു വരിക എന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമൂഹത്തിലെ അവിശ്വാസികൾക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ടും സത്യവിശ്വാസികൾക്ക് പാപമോചനത്തിന് തേടിക്കൊണ്ടും ആണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. ഇനി നമുക്ക് 2 ദിവസങ്ങൾക്ക് ശേഷം ഈ ഒരു സൂറത്തിൻ്റെ പരീക്ഷയാണ് വരുന്നത്. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ പല ആളുകൾക്കും പേടിയാണ്. പക്ഷെ നമ്മുടെ പരീക്ഷ എത്രത്തോളം എളുപ്പമാണ് എന്നുള്ളത് പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. 20 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 4 ഉത്തരങ്ങൾ വീതം തരും. അതിൽ ശരിയുത്തരം ഏതാണോ ആ ശരിയുത്തരത്തിൻ്റെ മേലെ ഒന്ന് തൊട്ടാൽ മതി, അത്രേ വേണ്ടൂ. പിന്നെ ഈ ഒരു പരീക്ഷ നടത്തുന്നത് തന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് സ്വയം ഒരു വിലയിരുത്തലിന് വേണ്ടിയാണ്. എത്രത്തോളം നമുക്ക് ഈ സൂറത്ത് മനസ്സിലുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചില ഉത്തരങ്ങളൊക്കെ തെറ്റിപ്പോവും. അങ്ങനെ തെറ്റിയ ഉത്തരങ്ങളായിരിക്കും പിന്നീട് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ വരിക എന്നുള്ളതും ഒരു സത്യമാണ്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാ ആളുകളും ആ പരീക്ഷ എഴുതണം. ഇത് സാധാരണ ഒരു പരീക്ഷ പോലത്തെ പരീക്ഷയല്ല, ഖുർആൻ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗം കൂടിയാണ് ഈ പരീക്ഷ. അതുകൊണ്ട് അതൊരു പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പേടിയോടുകൂടി ഒഴിഞ്ഞു പോവാതെ ഇത് ഖുർആൻ പഠിക്കാനുള്ള ഒരു മാർഗമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉത്തരങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ശരിയുത്തരം തിരഞ്ഞെടുക്കല്ലേ വേണ്ടുള്ളൂ. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ എല്ലാവരും ആ പരീക്ഷയും കൂടെ എഴുതണം എന്ന് സ്നേഹബുദ്ധിയ അഭ്യർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സൂറത്തിൻ്റെ പാരായണം ഒന്ന് കേൾക്കാം. സാധിക്കുന്ന ആളുകൾ കൂടെ പാരായണം ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ يأتيهم عذاب أليم. قال يا قوم إني لكم نذير مبين أن اعبدوا الله واتقوه وأطيعون يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى إن أجل الله إذا جاء لا يؤخر لو كنتم
يعلمون قال رب إني دعوت قومي ليلا ونهارا فلم يزدهم دعائي إلا فرارا وإني كلما دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم وأصروا واستكبروا استكبارا ثم إني دعوتهم جهارا ثم إني أعلنت لهم وأسررت لهم إسرارا فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا وقد خلقكم أطوارا ألم تروا كيف خلق الله 7 سماوات طباقا وجعل القمر فيهن نورا وجعل الشمس سراجا والله أنبتكم من الأرض نباتا ثم يعيدكم فيها ويخرجكم إخراجا والله جعل لكم الأرض بساطا لتسلكوا منها سبلا فجاجا قال نوح رب إنهم عصوني واتبعوا من لم يزده ماله وولده إلا خسارا ومكروا مكرا كبارا وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا وقد أضلوا كثيرا ولا تزد الظالمين إلا ضلالا مما خطيئاتهم مغرقوا فأدخلوا نارا فلم يجدوا لهم من دون الله أنصارا وقال نوح رب لا تذر على الأرض من الكافرين ديارا إنك إن تذرهم يضلوا عبادك ولا يلدوا إلا فاجرا كفارا رب اغفر لي ولوالدي ولمن دخل المؤمنات ولا تزد الظالمين إلا تبارا. പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്കേവർക്കും പടച്ചതമ്പുരാൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ വീഴ്ചകളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പല പ്രയാസങ്ങളും
പല ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും അവരുടെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.